ഗോവിന്ദ മാമ, മോളിപ്പോ എവിടാ? ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാ. മോളെ, ഞാനും ശാന്തപ്പനെ കണ്ടായിരുന്നു. അവൻ പറഞ്ഞതൊക്കെ നേരാണോ മോളെ? സത്യം മാമ, അല്ലാതെ വേറെ വഴിയില്ല മാമ. എനിക്ക് ബാലമാമ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അതിനുവേണ്ടി ഞാൻ ഈ നേരത്തെ ഇറങ്ങിയത്. എന്നാ മോള് വേഗം അമ്പലത്തിലേക്ക് വാ. ഇന്ന് ബാലനൊരു കമ്മിറ്റി ഉണ്ട് അവിടെ. ഇപ്പൊ ഒന്ന് കാണാൻ പറ്റും മോളെ. ശരി മാമ, ഞാൻ വരാം. മോൾ എന്തൊക്കെയായി പറയുന്നത്? എന്ന് കണ്ടിട്ടാ മോൾ ഇതിന് സമ്മതിച്ചത്? ആ കുഞ്ഞുമോളുടെ ബന്ധത്തിൽപ്പെട്ടവനാണെന്നല്ലേ പറഞ്ഞത്? നമുക്ക് കയറി ചെല്ലാവുന്ന ഒരു കുടുംബമാണത്. അവൻ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. ബോംബെയിലാണെന്ന് മാത്രം അറിയാം. അവരുടെയൊക്കെ കാര്യമായതുകൊണ്ട് ഒന്നും ഉറപ്പിച്ചങ്ങ് പറയാനും പറ്റില്ല. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടല്ല ഇതൊന്നും ആലോചിക്കേണ്ടത്. ഒക്കെ എനിക്കറിയാം ബാലമാമ. എന്നിട്ട് മോളിത് സമ്മതിച്ചല്ലോ. എത്ര നല്ല ആലോചനകളാണ് നാട്ടിലുള്ളത്. ഇപ്പൊ നല്ലൊരു പ്രപ്പോസൽ ആ ബാസി കൊണ്ടുവന്നിട്ടുള്ളത്. മോളൊന്ന് സമ്മതം മൂളിയാൽ മാത്രം മതി. ബാലമാമൻ അന്വേഷിച്ച് നല്ലൊരു ചെക്കനെ കണ്ടുപിടിച്ചു തരില്ലേ? ഞാനിപ്പോ സമ്മതിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാവും ബാലമാമ. ആ കല്യാണി അയാളെ കൊണ്ട് കെട്ടിക്കും. വെറുതെ അതിന്റെ ജീവിതം കളയുന്ന എന്തിനാ? അപ്പൊ മോളുടെ ജീവിതോ? അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ലേ? എല്ലാം ഞാൻ ചിന്തിച്ചതാ ബാലമാമ. എന്തായാലും ബാലമാമ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ കല്യാണത്തിന് സമ്മതിച്ചു എന്നുള്ള നേരം. പക്ഷേ ഈ കല്യാണം നടക്കില്ല ബാലമാമ. നടക്കില്ലെന്നോ? അതങ്ങനെ? മോള് സമ്മതം മൂളിയ സ്ഥിതിക്ക് എന്തായാലും നിശ്ചയം നടക്കും. പിന്നെ കല്യാണത്തിന് എന്താ തടസ്സം? നിശ്ചയവും ഒരുക്കങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ. പക്ഷേ അവന്റെ താലി എന്റെ കഴുത്തി വീഴാതെ ഞാൻ നോക്കിക്കോളാം. അതെങ്ങനെയാ മോളെ? അതൊക്കെ ഉണ്ട് ബാലമാമ. ഇവരുടെ വൃത്തികെട്ട കളികൾക്കൊക്കെ ഒരവസാനം വേണ്ടേ? മോള് പറയുന്നൊക്കെ കേട്ടിട്ട് എനിക്ക് അത്ര ഉറപ്പ് പോരാ. നിശ്ചയം കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ചാ പിന്നെ പിന്മാറുന്നത് എങ്ങനെയാ? ഈ ആലോചന ഈ നിമിഷം ഇവിടെ നിർത്തണമെന്നേ ഞാൻ പറയൂ. അല്ലെങ്കിൽ മോൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ റിസ്ക് ആയിരിക്കും. ഇപ്പൊ ഇത്തിരി റിസ്ക് ഉണ്ടെങ്കിലും ഭാവിയിൽ അത് നടക്കും. രണ്ടുപേർക്ക് സമാധാനവും കിട്ടും. മാമനെ വിശ്വസിക്കേ. മാമൻ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ഞാൻ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നടത്തിയെടുക്കും. കല്യാണ വീടോ പന്തലിടലോ സദ്യ കൂട്ടലോ എന്ത് വേണേലും നടന്നോട്ടെ. ബാലമാമൻ അതിന്റെയൊക്കെ മുന്നിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇപ്പൊ എന്നെ തോൽപ്പിച്ചു എന്ന് വിശ്വസിച്ച് നടക്കുന്നവരൊക്കെ സന്തോഷിക്കട്ടെ. പക്ഷെ അവസാനം ജയിക്കുന്നത് ഈ ഞാൻ തന്നെ ആയിരിക്കും. ബാലമാമ, ബാലമാമന് ഞാൻ പറയുന്ന ഇപ്പോഴും വിശ്വാസമാവുന്നില്ലേ? നീ പറയുന്നത് കൊണ്ട് അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും. എന്നാലും ഇതൊരു കൈവിട്ട കളിയല്ലേ മോളെ? ബാലമാമ ഞാനല്ലേ പറയുന്നേ. ബാലമാമ എന്നെ വിശ്വസിക്കേ. എന്നെ അറിയില്ലേ ബാലമാമയ്ക്ക്? മോള് പോയിട്ട് വാ. ശരി. ഗോവിന്ദൻ ഷാപ്പിന്റെ അങ്ങോട്ട് വരുന്നാണ്ടപ്പോ ഞാൻ കരുതിയത് അവനും കുടി തുടങ്ങിയെന്നാ. എനിക്കൊരു കൂട്ടായല്ലോ എന്ന് കരുതി. അപ്പോഴാ കല്യാണാലോചനയാണെന്ന് മനസ്സിലായത്. ഒറ്റ ആട്ട എടത്താപ്പള്ളിയുടെ മുറ്റത്ത് നിന്ന് അവൻ വീണത്. അവൻ പറയാ പെണ്ണിന്റെ തന്തയായി നിന്നു കൊടുത്താ മതി, ബാക്കിയെല്ലാം അങ്ങ് ചെയ്തോളാന്ന്. പറട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. മാമനെയൊന്നും പേടിയില്ല. പക്ഷേ ചാരുവിന്റെ മനസ്സ് മാറും. എങ്ങനെ മാറുമെന്നാടാ അമ്മാതിരി വരട്ടല്ലേ ഞാൻ വരട്ടിയത്. അതൊന്നും വിശ്വസിക്കണ്ട. പച്ചപ്പുല്ല് കാണുമ്പോഴേ പെണ്ണ് ഉണക്കക്കച്ചി ഇട്ടേച്ചങ്ങ് പോവും. അതുകൊണ്ട് പെണ്ണ് കയറും പൊട്ടി ചോടുന്നതിന് മുമ്പ് അവക്കൊരു മൂക്ക് കയറിടണം. നീ എന്തിനാടി പശുവിന്റെ കാര്യമൊക്കെ പറയുന്നേ? നിങ്ങളൊരു പൊട്ടങ്കാളയായതുകൊണ്ട്. മനുഷ്യൻ
എത്രയും വേഗം ഒരു മോതിരോ വളയോ വല്ലതും അവരുടെ കയ്യിലിട്ട് കൊടുത്ത് ഇവരുടെ കല്യാണം അങ്ങ് നിശ്ചയിച്ചു വെക്കണം. ആ അത് നല്ലൊരു ഐഡിയ. അതാവുമ്പം കാര്യങ്ങൾക്കൊരു ഉറപ്പുണ്ടാവും. അതാണ്. അങ്ങനാണെങ്കിലേ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ബന്ധുക്കളെ കുറച്ച് പേരെ വിളിക്കാം. ഒരു 10-15 പേര് മതി. പിന്നെ അയലൊക്കത്തുനിന്ന് പറയുമ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. സുലുവിനെ വിളിക്കാല്ലേ? നിങ്ങക്ക് കിട്ടണതൊന്നും പോരെ. എന്നാ സുലു വേണ്ട. പിന്നെ വാർഡ് മെമ്പറെ വിളിക്കണം. സമുദായക്കാര് കുറച്ച് പ്രമാണിമാരെ വിളിക്കണം. ഒരു ഗീറ്റല ഇട്ട് കുറച്ച് കറിയൊക്കെ വിളമ്പി ഒരു സദ്യ കൊടുത്തേക്കാം. അയ്യോ അതിലൊരു കുറവ് വരുത്തണ്ട. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. നല്ലൊരു പന്തലും വേണം. മുഹൂർത്തവും കുറിച്ച് മോതിരവും മാറാം. സാധാരണ ജാതകം കൂടെ കൈമാറേണ്ടതാ. പക്ഷെ നിനക്ക് പണ്ടേ ജാതകം അറിഞ്ഞാണൊന്നും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ് അപ്പച്ചി, ചാരുവിന്റെ ജാതകം എടുത്തിങ്ങതാ. അതുമായിട്ട് ചെയ്യുന്നൊരു ജാതകം ഞാൻ കണിയനെ കൊണ്ട് ഉണ്ടാക്കിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ? പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും അപ്പച്ചി. ആ നമുക്കേ അടുത്ത ഞായറാഴ്ച മുഹൂർത്തവും കുറിക്കാം. ഇപ്പോഴാണ് ശരിക്കും നീ എന്റെ മരുമോനായത്. ചക്കിക്കത്ത ചങ്കരൻ. നീ പോയി പാത്രം കഴിയോടി പോടി. ഭയങ്കര അനുസരണയാ. ചേച്ചി ദേ അവിടെ വലിയ ചർച്ച നടക്കുക. എന്തിന്റെ? ചേച്ചിയുടെ കല്യാണത്തിന്റെ. അവിടെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഉറപ്പിച്ചോണ്ടിരിക്കുക. ആഹാ കൊള്ളാലോ. കാര്യങ്ങളൊക്കെ നല്ല ഫാസ്റ്റ് ആണല്ലോ. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ. പിന്നെ ഒരു കാര്യം പറയാം. നമുക്ക് ഈ വിവാഹ നിശ്ചയം ചെറിയൊരു ഹാളി വെച്ച് നടത്തിയിട്ട് കല്യാണം ആർഭാടമായിട്ട് വലിയൊരു ഹാളി വെച്ച് നടത്താം. അത് പറ്റില്ല, അത് പറ്റില്ല. കല്യാണം ഇവിടെ വെച്ച് തന്നെ നടത്തണം. ഇടി വീട്ടിൽ വെച്ച് നടത്തിയ ബന്ധുക്കളെല്ലാം കൂടെ വീട് കയറി ചവിട്ടി തൊഴിക്കുമെന്ന്. അതൊന്നും കുഴപ്പമില്ല. അതാണ് അതിന്റെ ശരി. അയ്യോ കല്യാണം ഇപ്പൊ മുമ്പ് വെച്ച് നടത്തിയാല് എനിക്ക് സമ്മതമാ. അതാകുമ്പോ എനിക്ക് കുറച്ചും കൂടെ സൗകര്യമാണല്ലോ. മുംബൈ അതെ, എന്താണ് എല്ലാരും കൂടി ഒരു ചർച്ച? ഞങ്ങള് കല്യാണ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയായിരുന്നു. എന്നെ കൂട്ടാതെയോ? അയ്യോ ഞങ്ങൾ വെറുതെ സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. ചാരു പറയുന്ന പോലെ നടത്താം. ഒക്കെ ബാബുവേട്ടൻ തീരുമാനിച്ചാ മതി. ഇനിയെല്ലാം അങ്ങനെയല്ലേ വേണ്ടത്? അതെ. അടുത്ത ഞായറാഴ്ചത്തേക്ക് മുഹൂർത്തം നോക്കട്ടെ. പിന്നെന്താ, അവധി ദിവസല്ലേ, എല്ലാവർക്കും സൗകര്യമായിരിക്കും. ചാരുവിന് ആരെങ്കിലൊക്കെ വിളിക്കാൻ ഉണ്ടാവില്ലേ? എല്ലാവരും വിളിച്ചോ? എനിക്കാകെ ഒരു 4 പേരെ വിളിക്കാനുള്ളൂ. അവരൊക്കെ ഞാൻ വിളിച്ചോളാം. പിന്നെ അവരെങ്കി വന്നോളൂ. ആ പിന്നെ നിങ്ങൾ വിളിക്കാനുള്ളവരൊന്ന് വിട്ടുപോണ്ട കേട്ടോ. അത് ഈ അയലോക്കത്തുള്ളവരല്ലേ, അത് ഞാൻ വിളിച്ചോളാം. അല്ല അത് മാത്രം പോരാ, അച്ഛൻ പോയി ബാലമാമയെ വിളിക്കണം. ബാലമാമേ അത് നടക്കത്തില്ല.